Good morning students. Welcome to Malayalam class Standard 7. നമ്മളിന്ന് SK പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറിൽ എടുത്തിട്ടുള്ള നൈൽ എന്ന മഹാകാവ്യം എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരാളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അതിനെ യാത്രാ വിവരണങ്ങളെന്ന് പറയുന്നത്. അപ്പം മലയാളികൾക്ക് യാത്രാ വിവരണങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയത് ആരാണ്? SK പൊറ്റക്കാടാണ് അല്ലേ? അപ്പം ഒരാളുടെ അനുഭവങ്ങൾ, അദ്ദേഹം കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ, അതായത് നല്ലൊരു യാത്രാ വിവരണ രചയിതാവ് കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആധുനിക കാലത്ത് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആധുനിക കാലത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് SK പൊറ്റക്കാട് യാത്രാ വിവരണങ്ങൾ എഴുതിയത്. അപ്പം അങ്ങനെയുള്ള ഒരു യാത്രയുടെ വ്യത്യസ്തമായ അനുഭവമാണ് നമ്മളിന്ന് നൈൽ എന്ന മഹാകാവ്യം എന്ന പാഠത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും പുസ്തകം എടുത്തേ. ടീച്ചർ വായിക്കുമ്പോൾ പുസ്തകത്തിൽ നോക്കി ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? നൈൽ എന്ന മഹാകാവ്യം. ഓക്കെ, നൈൽ ഒരു മഹാകാവ്യമാണ്. സൃഷ്ടികാലം തൊട്ടിങ്ങോട്ടുള്ള എത്രയോ പരിവർത്തനങ്ങളുടെ ചരിത്രങ്ങൾ. ഓക്കെ, അപ്പം നൈൽ ഒരു മഹാകാവ്യമാണ്. മഹാകാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്തായ കാവ്യം. സൃഷ്ടികാലം തൊട്ടിങ്ങോട്ടുള്ള എത്രയോ പരിവർത്തനങ്ങളുടെ, പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങളുടെ ചരിത്രങ്ങൾ 4000 നാഴികയോളം നീളം വരുന്ന നൈൽക്കരയുടെ ഉഭയപാർശ്വങ്ങളിലും ചൂളിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നൈൽക്കരയുടെ ഉഭയപാർശ്വങ്ങളിലും, ഉഭയം എന്ന് പറഞ്ഞാൽ 2 പാർശ്വം എന്ന് പറഞ്ഞാൽ വശങ്ങളിലും ചൂളിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അതിപുരാതന സംസ്കാരങ്ങളുടെ അത്ഭുത അവശിഷ്ടങ്ങളും, അതിപുരാതനം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനം അല്ലേ? അത്ഭുത അവശിഷ്ടങ്ങളും ആധുനിക പരിഷ്കാരത്തിൻ്റെ നേട്ടങ്ങളും പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളും മനുഷ്യപ്രയത്നത്തിൻ്റെ പരിണിത ഫലങ്ങളും ആ മണ്ണിൽ ഇടകലർന്ന് വിലസുന്നു. സൂര്യരശ്മി സ്പർശനമേൽക്കാത്ത ഘോര വനാന്തരങ്ങളും ചുട്ടുപൊള്ളുന്ന മരുപ്പരപ്പുകളും പുൽത്തുരുത്തുകളും പുതുനഗരങ്ങളും മാറി മാറി പുണർന്നുകൊണ്ടാണ് ആ മഹാനദി ഒടുവിൽ മധ്യധരണ്യാഴിയെ ശരണം പ്രാപിക്കുന്നത്. ഓക്കെ, ഇപ്പം മധ്യധരണ്യാഴി എന്ന് പറഞ്ഞാൽ എന്നാണ്? മധ്യധരണ്യാഴി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിനെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, വ്യത്യസ്തങ്ങളായ നരവർഗങ്ങളെയും ജന്തുലോകത്തെയും ഇത്ര വിപുലമായ തോതിൽ പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു നദീ താഴ്വാരം ഭൂമിയിലില്ല. ഇപ്പം ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് അല്ലേ? പാരീസിൻ്റെ ഗന്ധം പകർന്നു തരുന്ന കൈറോ നഗരം 4000 കൊല്ലം പഴക്കം ചെന്ന മനുഷ്യജഡത്തിൻ്റെ നാറ്റവും കാഴ്ചവെക്കുന്നുണ്ട്. മനുഷ്യജഡം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനില്ലാത്ത ശരീരം അല്ലേ? ഓക്കെ, എന്തെല്ലാം തരത്തിലുള്ള വിചിത്ര ജന്തുക്കളാണ് നൈൽക്കരയിലെ കാടുകളിൽ വിഹരിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു നദീ താഴ്വാരം ഭൂമിയിലില്ല എന്ന് ലേഖന് തോന്നാൻ കാരണം എന്താണ് കാരണം? നൈൽ നദിയുടെ 4000 മൈൽ നീളം വരുന്ന കരയുടെ ഇരുവശങ്ങളിലും എന്താണ്? ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു അല്ലേ? സൂര്യരശ്മി ഏൽക്കാത്ത ഘോര വനങ്ങളും ചുട്ടുപൊള്ളുന്ന മരുപ്പരപ്പുകളും പുൽത്തുരുത്തുകളും പുതുനഗരങ്ങളുമൊക്കെ മാറി മാറി പുണർന്നുകൊണ്ടാണ് ആ മഹാനദി, അതായത് മെഡിറ്ററേനിയൻ കടലിൽ ചേരുന്നത്.
വ്യത്യസ്തമായ നരവർഗങ്ങളും ജന്തുവർഗങ്ങളും ഈ നദീതീരത്ത് വസിക്കുന്നു. ഇങ്ങനൊരു നദീതീരം ഇതല്ലാതെ ലോകത്ത് കാണുകയില്ല എന്ന് ലേഖകന് തോന്നിയത് അതുകൊണ്ടാണ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഞാൻ അടുത്ത ഭാഗം നോക്ക്. എന്തെല്ലാം തരത്തിലുള്ള വിചിത്ര ജന്തുക്കളാണ് നൈൽക്കരയിലെ കാടുകളിൽ വിഹരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്നത് അല്ലേ? പൊള്ളിക്കുപ്പായമിട്ട് പൊയ്ക്കാലിൽ നടക്കുന്ന ദീർഘസ്കന്ധരായ ഒട്ടകപ്പുലി. ദീർഘസ്കന്ധർ എന്ന് പറഞ്ഞാൽ ദീർഘമായ തോളോട് കൂടിയവനാണ് ദീർഘസ്കന്ധൻ എന്ന് പറയുന്നത്. മുക്രയിട്ട് മണ്ടുന്ന മുൻചുണ്ടിക്കാരനായ കാണ്ടാമൃഗം. മുൻചുണ്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ മുൻകോപക്കാരൻ അല്ലേ? മുക്രയിടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് ഇങ്ങനെ നടക്കത്തില്ലേ, കണ്ടിട്ടില്ലേ? അത് വേലിയുടെ നിഴലിൽപ്പെട്ട വെള്ളക്കുതിരയെ പോലെയുള്ള സീബ്ര. സീബ്രയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സീബ്രയുടെ ദേഹത്ത് എങ്ങനെയാണ് അതിൻ്റെ വര? വേലി പോലെ അല്ലേ? ഇനി നരയൻ താടിക്കാരനായ വിൽഡേ ബീറ്റ്സ്. ചിതൽപുറ്റിൻ്റെ സിംഹാസനത്തിൽ ശാന്തഗംഭീരനായി കുത്തിയിരിക്കുന്ന മൃഗരാജൻ. മൃഗരാജൻ ആരാണ്? സിംഹം. ഈ മേഖലകളിൽ തന്നെ ആൾക്കുരങ്ങുകളും ചൂളം വിളിക്കുന്ന കൃഷ്ണസർപ്പങ്ങളും കൊമ്പുള്ള നാഗങ്ങളും സഞ്ചരിക്കുന്നു. നൈലിലെ നീർക്കയങ്ങളിൽ ഊളിയിട്ട് പൊങ്ങിയും മുക്രയിട്ട് മുങ്ങിയും കൂത്താടുന്ന ഹിപ്പപ്പൊട്ടാമസിൽ അടുക്ക തന്നെ മണൽത്തിട്ടകളിൽ മരത്തടികൾ നിരത്തി വെച്ച പോലെ ആതപസ്നാനം ചെയ്യുന്ന മുതലക്കൂട്ടങ്ങളും കാണാം. ആതപസ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? വെയിൽ കൊള്ളുക കേട്ടോ. സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? കുളി. അപ്പം അവിടെ ആതപസ്നാനം ചെയ്യുന്ന മുതലക്കൂട്ടങ്ങളെയും കാണാൻ പറ്റി. ഇനി അടുത്ത് നോക്കിയേ, കാട്ടാനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതും ആ മൂലയിൽ തന്നെയാണ്. അപ്പം നോക്കിയേ, നൈൽക്കരയിലെ കാടുകളുടെ വൈചിത്ര്യവും ഭീകരതയും എങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കിയേ. എങ്ങനെയാണ്? സൂര്യരശ്മി ഏൽക്കാത്ത വലിയ വനങ്ങൾ, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകൾ, വ്യത്യസ്തങ്ങളായ നരവർഗങ്ങൾ, പുള്ളിക്കുപ്പായമിട്ട ഒട്ടകപ്പുലി, മുക്രയിട്ട് മണ്ടുന്ന കാണ്ടാമൃഗം, സീബ്ര, നരയൻ താടിക്കാനായ വിൽഡേ ബീറ്റ്സ്, ചിതൽപുറ്റ് സിംഹാസനമാക്കിയിരിക്കുന്ന സിംഹങ്ങൾ, പിന്നെന്തൊക്കെയാണ്? ആൾക്കുരങ്ങുകൾ, ചൂളം വിളിക്കുന്ന കൃഷ്ണസർപ്പങ്ങൾ, കൊമ്പുള്ള നാഗങ്ങൾ, നീർക്കയത്തിൽ ഊളിയിടുന്ന ഹിപ്പപ്പൊട്ടാമസ്, മണൽത്തിട്ടകളിൽ വെയിൽ കൊള്ളുന്ന മുതലകൾ ഉണ്ടോ? ഇതൊക്കെയാണ് നൈൽക്കരയിലെ ഘോര വനങ്ങൾ, അതിഭീകരം തന്നെയെന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഞ്ച് നർത്തകികളെ പോലെ നൃത്തം ചവിട്ടി നടക്കുന്ന ഒട്ടകപ്പക്ഷികളും നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ഗേസൽ മാനുകളും കോമാളിയായ ബാബൂൺ കുരങ്ങുകളും നിറപ്പകിട്ടുള്ള കൂറ്റൻ ചിറകുകളോടുകൂടിയ ചിത്രശലഭങ്ങളും നൈൽക്കരയെ ഒരു നാടകശാലയാക്കി മാറ്റുന്നു. അപ്പം നൈൽക്കരയെ ഒരു നാടകശാലയാക്കി മാറ്റുന്നത് എന്തൊക്കെയാണ്? ഫ്രഞ്ച് നർത്തകികളെ പോലെ നൃത്തം ചവിട്ടി നടക്കുന്ന ഒട്ടകപ്പക്ഷികളും നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ഗേസൽ മാനുകളും കോമാളികളായ ബാബൂൺ കുരങ്ങുകളും നിറപ്പകിട്ടുള്ള കൂറ്റൻ ചിറകുകളോടുകൂടിയ ചിത്രശലഭങ്ങളുമാണ് നൈൽക്കരയെ ഒരു നാടകശാലയാക്കി മാറ്റുന്നത്. ഓക്കെ, നൈൽക്കരയിൽ നിന്ന് നോക്കുമ്പോൾ നരച്ച പുൽമൈതാനങ്ങൾക്കപ്പുറം ചെമ്പൻ കുന്നുകൾക്കിടയിലെ സൂര്യാസ്തമയം മറക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. ഓക്കെ, ജൂബയിൽ നിന്നും ഹാർത്തൂമിലേക്ക് നൈൽ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുപാടും കാണുന്ന വിചിത്ര ലോകവും അവയിലെ ജീവിതചലനങ്ങളും നമ്മെ അമ്പരപ്പിക്കുന്നു. ദീർഘപാതരായ കിരാതന്മാർ ദിഗംബരരായി വിഹരിക്കുന്ന വെളിം പ്രദേശങ്ങൾ യാഥാർത്ഥ്യത്തിലെ സ്വപ്നങ്ങളായി മാറുന്നു. വർഷലക്ഷങ്ങൾക്കപ്പുറമുള്ള നരജീവിത നാടകങ്ങൾ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പം നോക്കിയേ, ദീർഘപാതരായ
കിരാതന്മാർ. കിരാതൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ. ദീർഘപാദം എന്ന് പറഞ്ഞാൽ നീളമുള്ള പാദങ്ങളോട് കൂടിയവർ. പിന്നെ അടുത്ത തന്നെ ദിഗംബർ എന്ന് പറഞ്ഞാൽ നഗ്നരായിട്ടുള്ളവർ വിഹരിക്കുന്ന വെളിം പ്രദേശങ്ങളും യാഥാർത്ഥ്യത്തിലെ സ്വപ്നങ്ങളായി മാറുന്നു. ലക്ഷങ്ങൾക്കപ്പുറമുള്ള നരജീവിത നാടകങ്ങൾ മനസ്സിലേക്ക് ഇഴഞ്ഞു വരുന്നു. അപ്പം നോക്കിയാൽ ഇവിടെ ഇല്ലേ, എങ്ങനെയുള്ള നരജീവിതത്തിൻ്റെ നാടകങ്ങളാണ് മനസ്സിലേക്ക് ഇഴഞ്ഞു വരുന്നത്? ജൂബയിൽ നിന്നും ഹാർത്തൂമിലേക്ക് പോകുമ്പോൾ രണ്ട് വശത്തും കാണുന്ന വിചിത്ര ലോകവും അവയിലെ ജീവിത ചലനങ്ങളും നമ്മെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നീളമുള്ള പാദങ്ങളോട് കൂടിയ രാക്ഷസർ അല്ലേ, അവർ ദിഗംബരായി വിഹരിക്കുന്ന പ്രദേശങ്ങൾ യാഥാർത്ഥ്യത്തിലെ സ്വപ്നങ്ങളായിട്ട് മാറുകയാണ്. വർഷങ്ങൾക്കപ്പുറമുള്ള നരജീവിതത്തിൻ്റെ നാടകങ്ങൾ മനസ്സിലേക്ക് ഇഴഞ്ഞു വരികയും ചെയ്യുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.